നമസ്കാരം. ഇന്നലെ രാത്രി പാലായിൽ നിന്ന് പൊൻകുന്നം റൂട്ടില് പൈക ടൗണിൽ വെച്ച് രാത്രി ഒരു 11:30 കൂടി ഒരു കാൽനട യാത്രക്കാരനെ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയി. അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജിതിൻ എന്ന വ്യക്തി പറയുന്നത് ഇവര് പ്രൊഫഷണൽ ഡ്രൈവർമാരാണ്, ലോറി ഡ്രൈവർമാരാണ്. രാത്രി പൈക ടൗണിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന ക്ലീനർ കൈ കഴുകി റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ഒരു നീല കാറ് ഇദ്ദേഹത്തെ ഇടിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ എടുത്ത് തിരികെ കാറിൽ കയറ്റി പൂരണിയിൽ തന്നെയുള്ള പുതിയടം ഹോസ്പിറ്റലിന്റെ വാതിൽക്കല് ആ ഒരു പള്ളക്കാട്ടിൽ അല്ലെങ്കിൽ ഒരു വഴിയോരത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരവസ്ഥയുണ്ടായി. ഇദ്ദേഹത്തെ കണ്ടു കിട്ടിയില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് ഒന്ന് രണ്ട് ആളുകൾ, ജിതിൻ എന്ന് പറയുന്ന ഡ്രൈവർ, ഇദ്ദേഹത്തെ തപ്പിക്കണ്ടുപിടിച്ച് ഇവിടുന്ന് ഒരു പൈക ടൗണിൽ നിന്ന് പുതിയടം ഹോസ്പിറ്റലിൽ അവിടം വരെ ഇവർ രാത്രിയിലെത്തി. അതിനുശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് അടിയന്തരമായി മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഇടിച്ചിട്ട് ഈ വ്യക്തിയെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുപോയ ആ ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നിലവിൽ പാലാ പോലീസ് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഇവരിലേക്ക് എത്തും എന്നാണ് പാലാ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഈ സംഭവത്തെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തോടൊപ്പമുള്ള ഡ്രൈവർ ജിതിൻ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് ജിതിൻ, താമസിക്കുന്നത് എരുമേലിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് ഇന്നലെ രാത്രിയിൽ പൈക വെച്ച് ഒരു വാഹനാപകടം ഉണ്ടായി. ഞാനൊരു ലോറി ഡ്രൈവറാണ്. എൻ്റെ ക്ലീനറെയാണ് ഇടിച്ചിട്ടത്, ഒരു കാറാണ് ഇടിച്ചിട്ടത്. അവർ കാർ നിർത്താതെ പോയെന്ന് വെച്ചാൽ അവർ കയറ്റിക്കൊണ്ട് പോയിട്ട് അയാളെ പകുതി വഴി തന്നെ ആശുപത്രി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പോയതാണ്. ഞാൻ കണ്ടുപോയില്ല. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹോട്ടലിൽ. ആ സമയത്താണ് പൈക സീബ്ര ക്രോസ് വെച്ചാണ് ഇടി ഉണ്ടാകുന്നത്. ഇടിച്ച അയാളെ കാറുകാരൻ കയറ്റിക്കൊണ്ട് പോയിട്ട് പൂരണി ജിയോ പമ്പിൻ്റെ അപ്പുറമുള്ള ഹോസ്പിറ്റലിൻ്റെ സൈഡിലെ കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് പോയി. ഞങ്ങൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ടു. രാത്രി 1:30 ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ടായി. ഗുരുതരമായ രീതിയിലാണ്. തലയ്ക്ക് പരിക്കുണ്ട്. തലയ്ക്ക് ഒരു 8-9 കുത്തിക്കെട്ടുണ്ട്. ഇവിടെയായിട്ട് കണ്ണിൻ്റെ അവിടെ കുത്തിക്കെട്ടുണ്ട്. ഇവർ കാൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ശരീരത്തിൽ പുറത്തെ എല്ലാം തൊലിയെല്ലാം പോയി. ആരാണെന്ന് ഒരു കാറാണ്. അതിൻ്റെ അകത്തൊരു ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, പിന്നെ ഒരു മോളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി കണ്ടാൽ ചിലപ്പം തിരിച്ചറിയാൻ പറ്റുമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഒരു രാത്രിയിൽ ഒരു 11:30 അടുത്ത സമയത്താണ്. കറക്റ്റായിട്ട് പൈക ടൗണിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. കുരിശിൻ്റെ അവിടെ വെച്ച്, വെയിറ്റ് ഷെഡിൻ്റെ അവിടെ വെച്ച് ആണ് ഉണ്ടാകുന്നത്. സീബ്ര ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഇടിച്ചതാണ്. ഞങ്ങളവിടെ തട്ടുകടയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ സ്ഥിരം അവിടെ ലോറിക്കാർ അവിടെ സ്ഥിരമായിട്ട് അവിടുന്ന് ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നതൊക്കെ. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടില്ല വണ്ടി? ഇല്ല, ഞാൻ കടയിൽ ഭക്ഷണം കഴിക്കുന്നത് പൈസ ഒക്കെ കൊടുക്കുമായിരുന്നു. ആ പുള്ളി നേരത്തെ ഇറങ്ങി വന്ന റോഡ് ക്രോസ് ചെയ്ത സമയത്താണ് ഇടിച്ചത്. മറ്റാരും കണ്ടില്ല? മറ്റാരും കണ്ടിട്ടില്ല. ഇയാളെ പിന്നെ കണ്ടെത്തിയത്? അതിന് ഫോൺ വിളിച്ചു, ആദ്യം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി എടുത്തിട്ട് പറഞ്ഞ് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ടെൻഷനല്ല, വേറെ ആരും ഇല്ല സഹായിക്കാനും. ആൾക്കാരോടൊക്കെ പറഞ്ഞു അവർക്ക് ആർക്കും അറിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ നമ്പർ മാത്രം എൻ്റെ കയ്യിലുണ്ട്. അനൂപ് എന്നാണ് പേര്. അയാൾ നമ്പർ മാത്രമുണ്ട്. നമ്പർ വിളിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ ഇന്നപോലെ എവിടെ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇടിയുടെ ആഘാതവും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. റോഡ് സൈഡിലാണെന്ന് മാത്രം പറയും. ഞങ്ങൾ തപ്പിത്തറിഞ്ഞ് അവിടെ കുറേ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂട്ടി അതിലെല്ലാം തപ്പി എൻ്റെ കൂടുതൽ വേറൊരു സുഹൃത്ത് ലോറിക്കാരുണ്ടായിരുന്നു, എൻ്റെ ആശാൻ, പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയും വന്ന് പുള്ളിയാണ് ഇവരെ കാണുന്നത് ജിയോ പമ്പിൻ്റെ അവിടെ വെച്ച്. ജിയോ പമ്പിൻ്റെ അവിടെ വെച്ച് അതിൻ്റെ ഹോസ്പിറ്റലാണ്, അതിൻ്റെ തൊട്ട് ചേർന്നതായിട്ട്. അപ്പോൾ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ അത് ശംഖ് തകർന്നു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് നേരെ വന്ന് 108 ഞാൻ വിളിച്ചു. 108 വിളിച്ച് ഒരു 10 മിനിറ്റ് എടുത്തില്ല. അതിനിപ്പുറം പൈക ആംബുലൻസ് വന്നു. പാലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഞങ്ങൾ ഗുരുതരമായ പരുക്ക്. ഇതുപോലെ അവർ നിർത്തിയത് പോയെന്നൊന്നുമല്ല, അവർ അതുപോലെ മോശമായ രീതിയിലാണ് ചെയ്തിട്ട് പോയത്. വഴി കൊണ്ട് കളഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ ആ റോഡിലെങ്കിലും ഇരുത്തുകാരനെ കുഴപ്പമില്ല. ഞങ്ങൾ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ പറയാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ കളറോ അല്ലെങ്കിൽ ഒരു നീല കളറാന്നാ പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. കാറാന്നാ പറഞ്ഞത്. കാർ അങ്ങനെ ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. തലയ്ക്ക് നല്ല പരുക. ഇവിടെ പൊട്ടിയത് ഈ പുറവശം തന്നെ ബ്ലീഡിങ്ങും ഉണ്ടായി. മുക്കിൽ കൂടെയും വായിക്കൂടെയും ചോര വരുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു, പാലായിലെ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകാൻ പറഞ്ഞു.
രാത്രിയിൽ ഒരു 1:30-2 മണിയായപ്പോൾ 2:30 ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പോലീസ് സ്റ്റേഷനിലായിട്ട് കേസ് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ചെയ്തേക്കുന്ന ഉണ്ട്.